അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ പരിഹരിക്കും. എൻ്റെ മേക്കപ്പിന്റെ കാര്യം നമ്മൾ പരിഹരിക്കും. അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എൻ്റെ സ്കിൻ ടോൺ ഒന്നും പിടികിട്ടിയില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിലും ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. നാളെ നമ്മളതൊക്കെ പരിഹരിച്ചിട്ട് വരികയും ചെയ്യാം. അപ്പോൾ എന്നെ കളിയൊക്കെ നോക്കേണ്ട, എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞ് എന്നെ എലി എന്ന് വരെ വിളിച്ചു. അതൊന്നും കാര്യമില്ല. നമ്മൾ എന്താ തീക്കുരുത്തല്ലേ? അതെ, അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ തന്നെയാണ്, നമ്മൾ തന്നെയാണ്. നിങ്ങൾ തന്നെയാണെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് നിങ്ങളെ വെളുപ്പിക്കുന്നത്? അതിൻ്റെ കാര്യം എന്താണ്? എത്രയൊക്കെ നിങ്ങൾ തന്നെ ചാനലിൽ ഇരുന്നുകൊണ്ട് ഈ വർണ്ണവിവേചനത്തിനെതിരെയും അല്ലെങ്കിൽ ജാതീയതയ്ക്കെതിരെയൊക്കെ പറയുമ്പോഴും എല്ലാവരുടെയും ഉള്ളിൽ നിറത്തിനോട് ഒരു അപമതിപ്പ് ഇപ്പോഴും ഉണ്ട്. അതാണ് ഇതിൽ നിന്നും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാര്യം നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഇവരെ വിത്തൗട്ട് മേക്കപ്പിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവരെ ശരിക്കുമുള്ള രൂപം എന്ന് പറഞ്ഞാൽ കറുത്ത് ഈ ഇരിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളിങ്ങനെയാണ് ഇരിക്കുന്നത്, നിങ്ങൾ ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യൂ. നിങ്ങളൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പുതിയൊരു ചാനൽ കൊണ്ടുവന്നതല്ലേ? നിങ്ങൾ എല്ലാ മാധ്യമങ്ങളെയും കവച്ച് വെച്ച് പുതിയ മാറ്റത്തിന് വേണ്ടി കൊണ്ടുവന്ന ചാനലല്ലേ ബിഗ് TV. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ ഒറിജിനൽ രൂപത്തിൽ ആൾക്കാർ പറയട്ടെ? കാര്യം ഇത്രയും കാലം നിങ്ങളെ യഥാർത്ഥ രൂപത്തിൽ നമ്മളാരും മീഡിയയിൽ കണ്ടിട്ടില്ല. നിങ്ങൾ വിത്ത് മേക്കപ്പിൽ, ആ മേക്കപ്പ് എങ്ങനെ ആയിരുന്നു എന്നുള്ള വീഡിയോ ഞാനിവിടെ വെക്കാം. അപ്പം ആ മേക്കപ്പിലെ ആൾക്കാർ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെ കാണാത്ത ഒരു രീതിയിലേക്ക് കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് നിവർന്നു നിന്നുകൊണ്ട് എൻ്റെ നിറം ഇതാണ്, കറുത്താണ്, അതാണ്, ഇനി ഈ ഒരു രൂപത്തിലെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുത്തുള്ളൂ, പ്രേക്ഷകരുടെ അല്ലെങ്കിൽ അഭിപ്രായം മാനിച്ചുകൊണ്ട് മേക്കപ്പൊക്കെ ഇട്ട് നാളെ സുന്ദരിയായി വരാമെന്നൊക്കെ പറയുമ്പം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിറത്തിനകത്ത് തന്നെ ഒരു അപകർഷബോധം ഉണ്ട്, കറുത്തതായതുകൊണ്ട്. ആർജവമുണ്ടെങ്കിൽ നിങ്ങൾ ഈ രൂപത്തിൽ തന്നെ ഈ ചാനലിൽ വാർത്തകൾ വായിക്കുക. നിങ്ങളുടെ നിറം നോക്കിയല്ലോ, നിങ്ങൾ പറയുന്ന വാക്കുകളിലാണല്ലോ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ കറുത്തതാണ്, എൻ്റെ രൂപം ഇതാണ്, ആർജവത്തോടെ പറയുക. ആ രീതിയിൽ മുമ്പോട്ട് പോകുക. ഇനിയുള്ള നിങ്ങളുടെ ചാനലിലെ ചർച്ചകളായാലും വാർത്താ അവതരണമായാലും എല്ലാം നിങ്ങളുടെ യഥാർത്ഥ രൂപം എന്താണോ ആ രൂപത്തിൽ തന്നെ തുടരുക. അതിന് നിങ്ങൾക്ക് ആർജവമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇപ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും കറുപ്പിന് ഒരു അവഗണനയുണ്ട്. അതെല്ലാവർക്കും ഉണ്ട്. മേക്കപ്പൊക്കെ ഇട്ട് സുന്ദരിയായിട്ടിരുന്നാലേ കാണാൻ ആൾക്കാരുള്ളൂ. അതാണ് സത്യം. ഇവരുടെ പഴയ ഒരു ഇൻ്റർവ്യൂവിനകത്തൊരു വീഡിയോ നമുക്ക് കാണാം. അതും ഇപ്പോൾ കണ്ടതുമായിട്ട് രാപകൽ വ്യത്യാസമുണ്ട്. നമുക്കൊന്ന് കാണാം. പെട്ടുപോയതിൽ എനിക്ക് വലിയ റിഗ്രറ്റ് ഉണ്ടായി. സ്ഥാപനം അന്ന് അനുവദിച്ചിരുന്നെങ്കിൽ ഞാൻ ആ വ്യക്തിയെ വിളിക്കാൻ വരെ ഞാൻ തയ്യാറായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ജയരാജന് വാഹനം അനുവദിച്ചതിനെ കുറിച്ചുള്ളൊരു വാർത്തയാണ്. അപ്പോൾ എനിക്ക് PCR നിന്ന് കിട്ടിയ നിർദ്ദേശം, അതുപോലെ തന്നെ ടെക്സ്റ്റായിട്ട് നമ്മളെ പ്രോംപ്റ്റർ എന്ന് പറയും, ടെലിപ്രോംപ്റ്ററിൽ എനിക്ക് അടിച്ചു തന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് ബുള്ളറ്റ് പ്രൂഫ് കാർ വാങ്ങാൻ പണം അനുവദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ബുള്ളറ്റ് പ്രൂഫ് കാറിന് ഇത്രയും തുകയേ ഉള്ളൂ, ഈ 35 ലക്ഷം 25 ലക്ഷം. അപ്പോൾ അതിൻ്റെ തുകയെക്കുറിച്ച് എനിക്ക് സംശയം വന്നു. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ ആ വാർത്ത കൊണ്ടുവന്ന ആളോട്, ആ ഡെസ്ക് ഹാൻഡിൽ ചെയ്യുന്ന ചീഫിനോട്, ദിലീപ് കുമാർ എന്ന് പറയുന്ന ആളായിരുന്നു ഡെസ്കിന്റെ ആ ചുമതലയുള്ള ആൾ. അപ്പോൾ ഈ വാർത്ത വന്നു അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ഷോറൂമിൽ വിളിച്ച് അന്വേഷിച്ചതാണ്, അത് ബുള്ളറ്റ് പ്രൂഫ് തന്നെയാണ് എന്ന്. പക്ഷേ അത് ഞാൻ ആ കാര്യം പി ജയരാജൻ എന്ന വ്യക്തിയോട് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കൺവിൻസ്ഡ് അല്ല. ഞാൻ ഇന്നത് തുറന്നു പറയുകയാണ്, ഞാൻ ഇതുവരെ ഈ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല, ഞാൻ കൺവിൻസ്ഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ആ വായിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിങ്ങനെ ശരിയാണോ? കാരണം ഈ സർക്കുലറിൽ പറയുന്നത് സുരക്ഷയുള്ള ഹൈ സെക്യൂരിറ്റി ഉള്ള വാഹനമെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പറഞ്ഞു തരുന്നത് ഇത് ഹൈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ബുള്ളറ്റ് പ്രൂഫ്. കണ്ടോ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് ഇവരെ കണ്ടോ? രാവും പകലുമായിട്ടുള്ള വ്യത്യാസമാണ്. രാത്രി കറുത്തതാണ്, പകൽ വെളുത്തതാണ് എന്ന് പറയുന്നതിൻ്റെ കൂട്ടാണ്. അവർ പറയുന്ന കാര്യങ്ങൾക്ക്, വാർത്തകൾ കൊടുക്കുന്ന വാർത്തകൾക്ക് അവർക്ക് വിശദമായി ഉൾക്കൊള്ളാൻ സാധിക്കണം, അല്ലെങ്കിൽ മനസ്സിൽ സത്യസന്ധമായിരിക്കണം എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ട് എന്നൊക്കെയാണ് ഈ ഒരു ഇൻ്റർവ്യൂവിനായിട്ട് അവർ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ കപടമായ മേക്കപ്പ് ഇട്ടുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നത്? നിങ്ങളെന്നല്ല, നിങ്ങളെപ്പോലെയുള്ള ഓരോരുത്തരും. നിങ്ങളുടെ കളർ ഏതാണ്? ഞാൻ കറുത്ത കളറാണ്, എന്നെ ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ കണ്ടാൽ മതി. അല്ലേ, എൻ്റെ വാക്കുകളിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി, എൻ്റെ നിറത്തിലേക്കോ എൻ്റെ സൗന്ദര്യത്തിലേക്കോ അല്ല നോക്കേണ്ടത്. അപ്പോൾ സൗന്ദര്യ സങ്കല്പത്തിൽ ഇന്നും എന്താണ്? വെളുപ്പ്, മേക്കപ്പ്, ചുവന്ന ചുണ്ടുകൾക്കും വെളുത്ത മുഖത്തിനുമൊക്കെയാണ് ഇന്നും പ്രാധാന്യം എന്നുള്ളത്. അപ്പോൾ മലയാളി എത്രയൊക്കെ പുരോഗമിച്ചെന്ന് പറഞ്ഞാലും, ലോകം എത്രയൊക്കെ പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ഇന്നും വർണ്ണവിവേചനം എവിടെയും പോയിട്ടില്ല. സൗന്ദര്യം വെളുപ്പിന് തന്നെ. അതാണ് ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പം എനിക്ക് ഇത്രയെങ്കിലും ഒന്ന് പറയണം എന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളെ സപ്പോർട്ട് തരുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. പഴയ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് കയറി കാണുക. താങ്ക്